Once again, welcome to my video blog AjayTechTips. I am Ajay. Welcome to Subarjitan. I am going to serious tech news. I am description. That's trending app. 1 million downloading app. OneAd advertising app. അതായത് നിങ്ങളുടെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് പൈസ തരുന്നൊക്കെയാണ് പറഞ്ഞത്. പണ്ട് ചാം ക്യാഷ് ഉണ്ടായിരുന്നു, എംസെന്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അതിനുശേഷം വന്നതാണിത്. അപ്പോൾ എന്നോട് 2-3 സുഹൃത്തുക്കൾ പറഞ്ഞു ഇതിനെ പറ്റിയിട്ട് നല്ലതായിട്ടോ ചീത്തയായിട്ടോ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ ജിയോന്റെ ആ ഇഷ്യൂ വന്നത്. അപ്പോൾ ഞാൻ അത് ചെയ്തു. പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചായിരുന്നു, അതാണ് ഇന്ന് അത് ചെയ്യാം. ഇന്ന് അതേപോലെ തന്നെ ഇന്റർനെറ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പിന്നെ പുതിയൊരു നിയമത്തിന്റെ ഒരു കാര്യം വന്നിട്ടുണ്ട്, ഇത് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് ഈ OneAdലേക്ക് കുറിച്ച് പറയാം. നിങ്ങൾ OneAd ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് പൈസ കിട്ടുന്നതിന് എതിർത്തിട്ടൊന്നും അല്ല പറയണത്. കാരണം എനിക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് നല്ലോണം യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം ഡിസ്ലൈക്കും വരും, നെഗറ്റീവ് കമന്റ്സും വരും. അത് ഇതിൽ തന്നെ വരും. ഇന്നലെ തന്നെ ഒരാൾ നെഗറ്റീവ് കമന്റ് ഇട്ടു. അപ്പൊ നെഗറ്റീവ് കമന്റ് എനിക്ക് ഇട്ട അതൊരു കാര്യം പറയാണ്, ആരെങ്കിലും എനിക്ക് നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ മോശമായ സഭ്യമല്ലാത്ത വാക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്യും. അത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത് ആവശ്യമില്ലല്ലോ. ഇപ്പൊ എന്റെ ഫോണിലോ മറ്റോ കയറിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് കംപ്ലൈന്റ് ചെയ്യും. അത് എനിക്ക് ഒരു പ്രശ്നമില്ല. അത് വാണിംഗ് ആയിട്ട് പറയല്ല. ഇന്നാളെ ഒരാൾ വളരെ മോശമായിട്ട് ഇട്ടു, അത് ഞാൻ മറുപടി അതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ പേടിയില്ല, അത് വേറെ കാര്യം. അപ്പൊ ഇതിലേക്ക് നമുക്ക് വരാം, OneAdലേക്ക് വരാം. OneAd എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് പേയ്മെന്റ് കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ചാം ക്യാഷും എങ്ങനെയായിരുന്നു, അതേപോലെ എംസെന്റ് എങ്ങനെയായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല, അത് അവിടെ നിന്നു. ഇതൊരു MLM കൂടിയാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളെ ഇൻവൈറ്റ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ. അപ്പൊ ഞാൻ ഇതിൽ നോക്കി. അപ്പൊ നമ്മൾ എന്ത് കാര്യം പഠിച്ചിട്ട് വേണമല്ലോ പറയാൻ. അപ്പൊ ഈ ഒരു ആപ്പ് ഞാൻ ആദ്യം എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അത് നല്ല ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ചെയ്യുന്നു, അതേപോലെ തന്നെ നെറ്റ് നല്ല യൂട്ടിലൈസേഷൻ. അപ്പോൾ അതായത് എൻ്റെ ഡാറ്റ നല്ല അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊരു ടൂളൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്കത് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇവർ എന്തൊക്കെ പെർമിഷൻസ് ആണ് എടുക്കണമെന്ന് നോക്കി. അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ സ്ക്രീൻഷോട്ടും ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ ഇതിൽ കമൻ്റ് ആയിട്ട് ഞാൻ ഇടാം. നിങ്ങളുടെ ക്യാമറ ഫുൾ ആക്സസ് ചെയ്യണം. അതായത് നിങ്ങളിപ്പം വീട്ടിൽ ഫോൺ വെറുതെ വെച്ച് നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ഫോണത്തെ ക്യാമറ ഓൺ ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ OneAd എന്ന് പറഞ്ഞുള്ള ആപ്പിന്. പിന്നെ കോണ്ടാക്ട്സ്, നിങ്ങളുടെ കോണ്ടാക്ട്സ് ഫുൾ അവർക്ക് ആരൊക്കെയാണ് നിങ്ങളുടെ കോണ്ടാക്ട്സിലുള്ള ആ ലിസ്റ്റ് ഫുൾ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ലൊക്കേഷൻ, നിങ്ങൾ എവിടെയാണ് ഇരിക്കണമെന്നുള്ള ലൊക്കേഷൻ. പിന്നെ ഫോൺ കോൾസ്, കോൾ റെക്കോർഡ്സ്, അത് നിങ്ങളുടെ വരുന്ന ഇൻകമിങ് ഔട്ട് ഗോയിങ് കോൾ അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. കോൾ റെക്കോർഡിങ് ചെയ്ത ഫയൽസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അത് എന്താണ് അത് അവർ ആക്സസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് സ്റ്റോറേജ്, നമ്മുടെ ഫോണിലെ ഇന്റേണൽ മെമ്മറിയും, അത് സ്പെസിഫൈ ആയിട്ട് പറഞ്ഞിട്ട് ഇന്റേണൽ മെമ്മറിയും അതേപോലെ തന്നെ SD കാർഡും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഫയൽസും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ദോഷം. അപ്പൊ നിങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ തല വെച്ച് കൊടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസ് ഉണ്ടാവും, അത് ചിലപ്പോൾ അവർ വിറ്റ് കാശാക്കും, അല്ലാണ്ട് അവർ പൈസ തരില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ വ്യൂവേഴ്സ്, ഇത് കാണുന്ന വ്യൂവേഴ്സ്, OneAd എന്നുള്ള ആപ്പ് നമ്മളൊരു ദുരാഗ്രഹം പോലെ നിന്നിട്ട് അത് പൈസ കിട്ടും വിചാരിച്ചിട്ട് ചെയ്യരുത്. അത് എത്രയും പെട്ടെന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങൾക്ക് എടുക്കാം, ഉൾക്കൊള്ളാതിരിക്കാം, ഓക്കെ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ മുമ്പ് ഞാൻ ഫേസ് ആപ്പിനെ കുറിച്ചിട്ട് ഞാൻ ഇതേപോലെ വീഡിയോ വന്ന് പറഞ്ഞു. അതന്നെയാണ് പിന്നെ FBI പറഞ്ഞത്, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസും അതന്നെയാണ് പറഞ്ഞത്. ഇൻവെസ്റ്റിഗേഷനും അതന്നെയാണ് പറഞ്ഞത്, റഷ്യന്റെ ചാര ആപ്പാണ് ഫേസ് ആപ്പ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കരുതെന്ന്. ഇതേപോലെ തന്നെ ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് പറയുന്നത്. OneAd അത്ര ലെജിറ്റ് അല്ല, അത് നമുക്ക് അത്ര നല്ല ഒരു ആപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ OneAd യൂസ് ചെയ്യരുത്, അതേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുന്നതിനല്ല, അത് നിങ്ങളുടെ ഫോണിന്റെ ഡാറ്റ ഡിഗ് ചെയ്തിട്ട് ഏതോ ഒരു സെർവറിലേക്ക് അവർ അയക്കുന്നുണ്ട്. അത് ഏതാണെന്നൊന്നും കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും ചെക്ക് ചെയ്യാൻ പോയിട്ടില്ല. ഇനി OneAdന്റെ ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് കിട്ടും, ഉറപ്പാണ്. അത് എനിക്ക് പ്രശ്നവുമില്ല. പിന്നെ ഇനി അടുത്ത കാര്യം, നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഈ അടുത്തൊരു വാർത്ത കണ്ടു, അത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരും, ജിയോ അംബാനി കോൺബനേഗ ക്രോർപതി ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് 10 GB ഡാറ്റ വെറുതെ തരുന്നു, നിങ്ങൾ ഈ മെസ്സേജ് ഒരു 10 പേർക്ക് സെൻഡ് ചെയ്ത്. അതൊരു മാൽവെയർ കോഡാണ്. ആ കോഡ് നിങ്ങൾ 10 പേർക്ക് അയക്കുമ്പോൾ അവർ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ ആക്സസ് ചെയ്യും.
കാരണം ബ്രിഡ്കോ പറഞ്ഞ കമ്പനി കോട്ടക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ബ്രിഡ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെമിനാർ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇതേപോലെ ഒരു ലിങ്ക് തന്നു എല്ലാവരോടും, കാണാൻ വന്ന ആൾക്കാരോട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ അതും അവരെ പ്രൊജക്ടർ കാണിച്ചു തന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഹാക്കിംഗ് കോഡാണ്. അപ്പൊ അങ്ങനത്തെ കോഡുകൾ വരാൻ വെച്ചാൽ നിങ്ങളത് അപ്പൊ തന്നെ റിമൂവ് ചെയ്യുക. പിന്നെ അതിലും പ്രധാനപ്പെട്ട ഒരു വിവരം പറയാനുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് പുതിയൊരു സൈബർ സെല്ലെന്ന് പുതിയ കിട്ടിയ ഒരു ഇൻഫോർമേഷൻ ആണ്, കുട്ടികളുടെ പ്രോണോ വീഡിയോസ് കാണുന്നവരെ അത് എന്തായാലും ശിക്ഷിക്കുന്ന കാര്യം തന്നെ. അത് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. വാട്സപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പിലും അതുള്ള ഗ്രൂപ്പിലും നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ലെഫ്റ്റ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും വീഡിയോ കണ്ടാൽ ഉടനെ സൈബർ സെല്ലിലേക്ക് അറിയിക്കുക. കാരണം എന്താ വെച്ചാൽ അത് നിങ്ങളുടെ ഫോണിലോ ഓട്ടോ ഡൗൺലോഡൊക്കെ ആയിട്ട് ഫോണിലുണ്ടെങ്കിൽ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇംപ്രസ്മെന്റ്, അതായത് ജയിലിൽ തന്നെ നിങ്ങൾ കിടക്കേണ്ടി വരും. പുറമെ ഫൈനും ഉണ്ടാവും. അത് ആ നിയമം ശക്തമാണ്. അപ്പൊ കുട്ടികളുടെ പ്രോണോ സൈറ്റ്സ് കാണുന്നവര്, അതേപോലെ ആ വാട്സപ്പ് വീഡിയോസ് ഷെയർ ചെയ്യണവരും ഇത് കുടുങ്ങുന്ന ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വെച്ചാൽ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. കാരണം നല്ലൊരു ഇൻഫോർമേഷൻ ഉണ്ട്. പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നെഗറ്റീവ് കമന്റ്സ് സഭ്യമായ രീതിയിൽ നെഗറ്റീവ് ഇട്ടോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മോശമായ രീതിയിൽ ഇടരുത്, അത്രേ പറയാനുള്ളൂ. കാരണം ഇത് പറഞ്ഞ നിങ്ങൾ OneAd എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നതിന് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. എനിക്കറിയാം ഇങ്ങനത്തെ ആപ്പുകളൊക്കെ നമ്മുടെ ഡാറ്റ ചോർത്തി മറച്ചു വെക്കലാണ് അവരുടെ പണി. ഇപ്പം ഫേസ്ബുക്കും ഗൂഗിളൊക്കെ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ക്രെഡിബിൾ കമ്പനിയാണ്. ഇതൊക്കെ ഇന്നലെ കൊടുത്തൊരു കമ്പനിയാണ്, ഇന്ത്യൻ ബേസ്ഡ് കമ്പനി തന്നെയാണ്. അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതാണ് രാജ്യമൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അത് നമ്മുടെ ഡാറ്റ അവർക്ക്, കാരണം അതിൽ അവർ എന്തിനു നമ്മുടെ ഫോൺ കോൾസ് എന്തിനാ ആക്സസ് ചെയ്യണം, എന്തിനു നമ്മുടെ കോണ്ടാക്ട്സ് ആക്സസ് ചെയ്യണം, അതേപോലെ തന്നെ എന്തിനു നമ്മുടെ സ്റ്റോറേജിലത്തെ ബാക്കി ഫയൽസ് ആക്സസ് ചെയ്യണം, ആ പെർമിഷൻ ചോദിക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? അപ്പൊ അത് തന്നെ മനസ്സിലാക്കുക, നമ്മുടെ ഡാറ്റ ഡിഗ് ചെയ്യാനാണ്. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. സൈൻ ഔട്ട്. ഓക്കെ, ഗുഡ് ബൈ.